റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി നമ്മുടെ അമലുകളെ പരിപൂർണമായും നിയന്ത്രിക്കണം എന്ന് ആമുഖമായി ഓർമ്മിക്കുകയാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആരോഗ്യവും മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, സമകാലിക സാഹചര്യത്തിൽ ഉഹദ് യുദ്ധത്തിന്റെ പ്രസക്തിയാണ് നാം സംസാരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ചില ഭാഗങ്ങൾ. അതിൽ ഹൈസമ റളിയല്ലാഹു അൻഹു പിതാവാണ്. അദ്ദേഹവും മകനും തമ്മിൽ നടത്തിയ ഒരു മത്സരം ഉണ്ടായിരുന്നു, നെറുക്കെടുപ്പ് മത്സരം. ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ മകനാണ് പങ്കെടുക്കാൻ നെറുക്ക് വീണത്. രണ്ടുപേരും പങ്കെടുക്കാൻ മത്സരിച്ചു. ഉപ്പ കുറെ മത്സരം കാണിച്ചു. എനിക്ക് കുറച്ചല്ലേ പ്രായം ഉണ്ടാവും, എനിക്ക് പ്രായമാവാണല്ലോ, നിനക്ക് അവസരം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞു. തർക്കത്തിൽ മത്സരത്തിൽ നെറുക്ക് വീണത് മകനാണ്. ആ മകൻ ബദർ യുദ്ധത്തിൽ ഷഹീദായി. ശേഷം ഉഹദിന്റെ വിളികെട്ട് പുറപ്പെട്ടത് പാതിരാത്രിയായിരുന്നു, അർദ്ധരാത്രിയായിരുന്നു. അർദ്ധരാത്രിക്ക് ശേഷമാണ് ഉഹദ് യുദ്ധക്കളത്തിലേക്ക് വേണ്ടി നബിയും സഹാബികളും പുറപ്പെട്ടത്. ആ കൂട്ടത്തിൽ ഹൈസമയും പുറപ്പെടുകയാണ്. ഹൈസമ പറഞ്ഞൊരു പ്രയോഗം ഇങ്ങനെയാണ്: എനിക്ക് ഷഹീദാകുവാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് അത്. എന്നിട്ട് പറഞ്ഞു, എന്റെ മകൻ സഅദിന്റെ കൂടെ എനിക്കും സ്വർഗത്തിലെത്തണം. റഫീഖ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, സൗഹൃദം എന്നാണ് റഫീഖിന്റെ ഒരു മലയാളം. മുറാഫഖത്തൊക്കെ സൗഹൃദമുണ്ടാവാൻ. ആരുടെ കൂടെ? എന്റെ മകൻ സഅദിന്റെ സൗഹൃദം ലഭിക്കാൻ എനിക്ക് വേണ്ടി ഈ യുദ്ധത്തിൽ ഷഹീദാകുവാൻ പ്രാർത്ഥിക്കണം. അപ്പോ അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇത് വേനൽക്കാലമാണ്, അവധിക്കാലമാണ്. അവധിക്കാലങ്ങളെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ കോഴ്സ് കൊടുക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീയതി 10 ചേർക്കാത്തവർ ബേജാറിലാണ്. 10-ാം തീയതി ആയല്ലോ, കുറെ ദിവസം നഷ്ടപ്പെട്ടു. 10ാം ക്ലാസ് കഴിഞ്ഞവർ +2 എന്ത് ചേർക്കണം എന്ന് ആലോചിക്കുകയാണ്. +2 കഴിഞ്ഞവർ ഇനി അടുത്തത് എന്ത് എന്ന് ആലോചിക്കുകയാണ്. അഡ്മിഷൻ കിട്ടൂല വേഗം പോയില്ലെങ്കിൽ എന്ന വെപ്രാളത്തിലാണ്. ഇവിടെയാണ് സഅദ്, എന്റെ മകൻ സഅദിന്റെ കൂടെ ഫിൽ ജന്ന, സ്വർഗത്തിൽ എനിക്കും എത്തണം എന്ന ആ പ്രയോഗം രക്ഷിതാക്കന്മാരെ ഒരു തവണയെങ്കിലും ഇരുത്തി കരയിപ്പിക്കേണ്ടത്. നമുക്ക് നമ്മുടെ മക്കൾ നമ്മെക്കാൾ നേരത്തെ സുബഹിക്ക് നിൽക്കുന്നവരായി മാറിയിട്ടുണ്ടോ? നമ്മുടെ മക്കൾ നമുക്ക് ഇസ്ലാം പറഞ്ഞു തരുന്ന രൂപത്തിൽ ആയിട്ടുണ്ടോ? നമ്മുടെ മക്കൾ നമുക്ക് മുന്നിൽ ഇമാമത്ത് നിൽക്കുന്നവരായി മാറിയിട്ടുണ്ടോ? നമ്മുടെ മക്കൾ ഉപ്പ ആ സംഗതി ഇന്ന് ഖുർആനിലും ഹദീസിലും എതിരാണ് എന്ന് പറയുന്ന മക്കളായി നമ്മുടെ മക്കളായിട്ടുണ്ടോ? എന്താ വേണ്ടത്? ചെറുപ്പത്തിൽ അത്തരം വിദ്യാർത്ഥി സംഘടനകളിൽ ആ രൂപത്തിൽ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന, പ്രചരിപ്പിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളിൽ ചേർക്കാൻ നമ്മൾ തയ്യാറാവണം. ദഅവത്ത് എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കണം. നമുക്കൊക്കെ അറിയാം ദഅവത്ത് ബാധ്യതയാണ് എന്ന്, എല്ലാവർക്കും അറിയാം. എന്നേക്കാൾ വാചാലമായി മൈക്കില്ലാത്തപ്പോ നമ്മൾക്കത് പറയാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ മക്കൾക്ക് എന്താണ് ദഅവത്ത്, എന്താണ് എന്ന് പോലും പലപ്പോഴും നമ്മുടെ മക്കൾക്ക് അറിയില്ല. എന്നിട്ടല്ലേ ദഅവത്തിന് ഗൗരവം അറിയില്ല. എന്താണെന്ന് അറിയണ്ട. ആദ്യം സംഗതി എന്താ നിൽക്കട്ടെ, എന്താണ് ദഅവത്ത് എന്നറിയില്ല. ഇവിടെയാണ് അസ്അലുക എന്ന പ്രയോഗം അല്ലെങ്കിൽ ഫദ്ഉല്ലാഹ് എന്ന പ്രയോഗം നാം ഓർക്കേണ്ടത്. ഒരുപാട് ചരിത്രങ്ങൾ ഉദാഹരണമാണല്ലോ. അപ്പൊ ഇവിടെ ഹൈസമയുടെയും സഅദിന്റെയും ഉദാഹരണം രക്ഷിതാക്കന്മാരെ ഈ അവധിക്കാല പഠന ക്ലാസുകളെ കുറിച്ച് ആലോചിക്കുമ്പോ, അന്വേഷിക്കുമ്പോ
നമ്മുടെ മക്കൾ ദീനിയായി ഈ വെക്കേഷൻ കാലയളവിൽ എന്ത് പഠിപ്പിക്കാൻ, എന്ത് കൊടുക്കാൻ പറ്റും ആലോചിക്കണം. എന്റെ മോന് ഒരു ജുസ് ഹിഫ്ളാക്കി എന്ന് കൈ ഉയർത്തി പറയാൻ ധൈര്യമുള്ളവർ ഉണ്ടാവണം നമ്മുടെ കൂട്ടത്തിൽ. എന്റെ മകൻ, എന്റെ മകൾ എന്റെ മുന്നിൽ ഒരായത്തെങ്കിലും പറയാൻ ധൈര്യമുണ്ട് എന്ന് പറയാൻ കഴിയുന്ന രക്ഷിതാക്കന്മാർ നമ്മിലുണ്ടാവണം. സമയം കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല, ഇനി അവസരങ്ങളുണ്ടല്ലോ. നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നതിലേക്കുള്ള തയ്യാറെടുപ്പുമായി നമ്മൾ വരണം. മക്കൾ നമ്മുടെ മുന്നിൽ മത്സരിക്കട്ടെ. എന്തിന്? നമ്മളെക്കാൾ മുന്നിലെത്താൻ. മക്കൾ നമ്മുടെ മുന്നിൽ മത്സരം നടത്തട്ടെ. എന്തിന്? നമ്മെക്കാൾ നേരത്തെ പള്ളിയിലെത്താൻ. ആ രൂപത്തിൽ ഉഹദിന്റെ ചരിത്രം കേൾക്കുമ്പോ നമുക്ക് ആവേശമാവണം. ഹൈസമയും സഅദും നമുക്കുള്ള ഗുണപാഠമായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം തന്നെ അങ്ങനെ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അവിടെ ഹൈസമയും ഷഹീദാവുകയാണ്. അവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. വാർദ്ധക്യം എന്നുള്ളത് വിശ്രമിക്കാനാണ് എന്നാണ് ആരോ നമ്മെ തെറ്റായി പഠിപ്പിച്ചത്. കഴിഞ്ഞ മാർച്ചിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഈ വിഷയം ഖുതുബ നടത്തിയിരുന്നു. വാർദ്ധക്യം റിട്ടയർമെന്റ്, എന്റർടൈൻമെന്റ് അല്ല എന്ന പ്രയോഗം ഞാൻ നടത്തിയിരുന്നു. അപ്പൊ വാർദ്ധക്യം എന്നുള്ളത് വിശ്രമിക്കാനല്ല എന്നുകൂടി ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ്. 2-3 സഹാബികൾ, ഒന്ന് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് സാബിത്തുൽ വഹ്ശി റളിയല്ലാഹു അൻഹു. രണ്ടുപേരുടെ ചരിത്രം പറയുന്നുണ്ട്. അവർക്ക് ഈ സാബിത്ത് എന്ന് പറയുന്ന മനുഷ്യന് നല്ല ആരോഗ്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് അടുത്ത കാലമായിട്ടായിട്ടുള്ളൂ. സാബിത്ത് ബിൻ ഖൈസ് അല്ല കേട്ടോ, കുറച്ചു കാലേ ആയിട്ടുള്ളൂ. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിന് പോകാൻ തയ്യാറെടുക്കുകയാണ്, യുദ്ധത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം ആ യുദ്ധത്തിലേക്ക് പോകുമ്പോ അദ്ദേഹത്തിന് ആവേശമായിട്ടുള്ളത് വിശുദ്ധ ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആയത്തുകളാണ്. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആയത്തുകൾ ഉണ്ടല്ലോ. ആയത്തുകൾ പ്രചോദനമാവുകയാണ്. സഹോദരന്മാരെ, നമുക്ക് എന്താണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എന്റെ കണ്ണ്, എന്റെ കാത്, എന്റെ ശരീരം, എന്റെ കൈകൾ, എന്റെ കാലുകൾ, എന്റെ സമ്പത്ത്, അതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഖൽബ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? കണ്ണും കാതും മൂക്കും നാക്കും നമ്മൾ യുദ്ധമില്ല, ആ രൂപത്തിൽ യുദ്ധം വന്നിട്ടില്ല, യുദ്ധമില്ല. പക്ഷെ നമ്മുടെ ഖൽബ് പടച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ മനസ്സ് അള്ളാഹുവിനെ അർപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആ അർപ്പിക്കാൻ പറ്റിയവരാണല്ലോ അള്ളാഹിനോട് സ്വകാര്യം പറയാ, അള്ളാഹിനോട് വർത്താനം പറയാ. നമുക്ക് അള്ളാഹിനോട് സ്വകാര്യം പറയാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് ആളുകളോട് സ്വകാര്യം പറയാറുണ്ടല്ലോ അല്ലെ? ഇഷ്ടപ്പെട്ടവരോട് ആ സ്വകാര്യം പറയാ. ആ സ്വകാര്യം അള്ളാഹിനോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇവിടെ അവർ പ്രായമായ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രായം എന്നുള്ളത് നന്മയിൽ നിന്നും മാറി നിൽക്കുവാനുള്ള ഒരു ഉപാധിയല്ല. വയസ്സായില്ലേ എന്ന് നമ്മൾ പറയല്ലേ, നമുക്കൊക്കെ ഒരുപാട് പ്രായമായില്ലേ, ഇനിയിപ്പോ അത്രയൊക്കെ അങ്ങനെ 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 എന്നാ പറയാ. അതൊരു ഉപാധിയല്ല എന്നർത്ഥം. പള്ളിയിലേക്ക് വരാതിരിക്കാൻ, ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാൻ, നന്മയിൽ നിന്നും മാറി നിൽക്കാൻ, നന്മയിൽ നിന്നും പിന്നോട്ടടിക്കാൻ ഉള്ള ഒരു ഉപാധിയല്ല നമ്മുടെ താടി രോമങ്ങൾ നരബാധിച്ചു എന്നുള്ളത് എന്നർത്ഥം. ഒരു സംഭവം പലപ്പോഴും പറയാറുണ്ടല്ലോ നമ്മൾ. അവർക്കൊക്കെ പലപ്പോഴും കൂടെ ഭൃത്യരുണ്ടായിരുന്നു. ഭൃത്യരോട് പറഞ്ഞു, ഇനി എന്നെ രാവിലെ സുബഹിക്ക് എഴുന്നേൽപ്പിക്കേണ്ടതില്ല, കാരണം എന്റെ താടികളിൽ, എന്റെ രോമങ്ങളിൽ ബാധിച്ച നര ഇനി എന്നെ വിളിച്ചുണർത്തിക്കോളും. എന്നാൽ അദ്ദേഹത്തിന്റെ ഭൃത്യനായിരുന്നു അദ്ദേഹത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ചിരുന്നത് എന്നാൽ സമയമായാൽ അറിയിക്കാം അല്ലേ? അപ്പൊ പറഞ്ഞു, ഇനി എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഓട്ടോമാറ്റിക്കലായിട്ട് അറിഞ്ഞോളൂ, കാരണം എനിക്ക് നര ബാധിച്ചു, അതെനിക്ക് പടച്ചവനെ, റബ്ബിനെ കൂടുതൽ ഓർമ്മിക്കുവാനുള്ള അവസരം തരും എന്നാണ്. എങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന നരബാധിച്ച സ്ത്രീകളെ, പുരുഷന്മാരെ, ഈ ഒരു ചരിത്രം എവിടെയാ നമുക്ക് മാതൃകയാവുക? നമ്മുടെ ഇന്ത്യ എന്നുള്ള, അല്ലെങ്കിൽ ലോകം എന്നുള്ള വലിയൊരു സാമ്രാജ്യവും ലോക ഭൂപടവും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ടോ? ഭൂപടം നമ്മുടെ മേശപ്പുറത്ത് വെക്കാനോ, ലോകത്തെ മേശപ്പുറത്ത് വെക്കാൻ പറ്റൂലാലോ അല്ലെ? അതുപോലെയാണ് പലപ്പോഴും നമ്മളും സഹാബികളും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതിനാൽ നാം ശ്രദ്ധിക്കേണ്ടത് വയസ്സായി പോയി എന്നുള്ളതല്ല, ഒരു പ്രയോഗമല്ല, ഒരു ഘടകമല്ല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം. വല്ലാഹി, ഞാൻ പേടിക്കുകയാണ്. എന്ത്? ഞാൻ നിങ്ങളിൽ പേടിക്കുന്നു. മൽ ഫഖറു,
നിങ്ങളിലേക്ക് പേടിക്കുന്ന ദാരിദ്ര്യമല്ല, വൽ ഫഖറു ലാ അഖ്ശാ അലൈക്കും, നിങ്ങളിലേക്ക് എനിക്കുള്ള പേടി ദാരിദ്ര്യമല്ല, വലാകിന്ന, പക്ഷേ ഞാൻ പേടിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങളിലേക്ക് അഖ്ശാ മിൻ സഹറത്തി ദുനിയ വഅൻ തബ്സത അലൈക്കും ദുനിയ, നിങ്ങളിലേക്ക് ഈ ദുനിയാവിനെ വിശാലമാക്കപ്പെടും, ഇതാണ് എനിക്കുള്ള പേടി എന്നാണ്. ആ ഉഹദ് കളത്തിൽ ആ സഹാബിയുടെ ചരിത്രത്തിൽ നമുക്ക് പറ്റിയതായിരിക്കോ? എന്താ പ്രശ്നം? ഒരു 50 കൊല്ലം 60 കൊല്ലം മുന്നേ നമ്മുടെ ഉപ്പാപ്പന്മാരോട് ചോദിച്ചാൽ അവര് പറയുന്ന അനുഭവങ്ങളുണ്ട്. പഴയ കാലത്തുള്ള യാത്രാ ദുരിതം, വസ്ത്രം ധരിക്കുവാനുള്ള പ്രയാസം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കുവാനുള്ള പ്രയാസം, അല്ലെ? നമ്മള് രാവിലെ കഞ്ഞി, ഉച്ചക്കഞ്ഞി, രാത്രിയും കഞ്ഞി എന്ന് പറഞ്ഞൊരു കാലഘട്ടം നമ്മുടെ കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നുണ്ടോ? ഇന്ന് പട്ടിണി എടുക്കുന്ന ഏതെങ്കിലും മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ലാത്ത കാരണത്താൽ ഇല്ല. റസൂലുള്ള പറയാൻ നമ്മള് ഒന്ന് അടുത്തിരുന്നുണ്ടായിരുന്നു. നമ്മള് പ്രയാസം നിങ്ങൾക്ക് അള്ളാഹു ദുനിയ വിശാലമാക്കി തരും, അതാണ് ഞാൻ പേടിക്കുന്നത് എന്നാണ്. ഇവിടെ ഉഹദ് കളത്തിലെ നാം ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ നമ്മുടെ ചരിത്രമല്ലല്ലോ. ആ യുദ്ധം ആരംഭിക്കുന്നു. അവിടെ 50 ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പർവ്വതത്തിന് മുകളിലേക്ക് നിർത്താൻ. 50 ആളുകളെ. എന്താ പറഞ്ഞതൊക്കെ ന്യായം എന്താ? ഒരിക്കൽ പോലും നിങ്ങൾ ഇറങ്ങാൻ പാടില്ല, അല്ലെ? എന്ത് സംഭവിച്ചാലും, യുദ്ധക്കളത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇറങ്ങാൻ പാടില്ല, അവിടെ തന്നെ കിടന്നാണ്. അങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. അങ്ങനെ ആ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നല്ല വിജയമുണ്ടായി. അങ്ങനെ യുദ്ധത്തിൽ വൻ പോരാട്ടമുണ്ടായി. അതിൽ ഹംസ റളിയല്ലാഹു ഷഹീദാകുന്നു. ഇങ്ങനെ ഒരുപാട് ചെയ്തികൾ നടക്കുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ യുദ്ധത്തിൽ നല്ല വിജയമുണ്ടാവുകയും അതിൽ ഈ മലമുകളിലുള്ള സാധുക്കള്, സഹാബികള് വിചാരിച്ചു യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ, ആളുകളൊക്കെ ഗനീമത്ത് സ്വത്ത് യുദ്ധം മുതലൊക്കെ വാരിക്കൂട്ടുകയാണല്ലോ, ഇനി നമ്മളതിന് ഇവിടെ കണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവർ തമ്മിൽ തർക്കമായി. കുറച്ചാൾക്കാർ ഇറങ്ങുമ്പോൾ കുറച്ചാൾക്കാർ പറഞ്ഞത്രേ, റസൂലുള്ള പറഞ്ഞത് ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇറങ്ങാൻ പാടില്ല എന്നാണ്, നമ്മളിത് പാലിക്കുന്നത് നിർബന്ധമാണ്. അപ്പോ മറ്റൊരു ഭാഗം പറഞ്ഞു, റസൂലുള്ള പറയാൻ കാരണം എന്താ, അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ശത്രുക്കൾ പിന്നാലെ വരും. അപ്പൊ അതുകൊണ്ട് മാത്രം പറഞ്ഞാൽ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ വിജയിച്ചാൽ പിന്നെ നമ്മൾ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇറങ്ങാൻ തയ്യാറാവുകയും അവരെല്ലാവരും ഇറങ്ങുകയും ചെയ്തു. ഇറങ്ങിയപ്പോ ഖാലിദ് ബിൻ വലീദ്, അന്ന് ഖാലിദ് വലീദ് മുശ്രിക്കുകളുടെ നേതാവായിരുന്നു, അവരുടെ കുതിരപ്പടയാളിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇപ്പൊ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ മുശ്രിക്കുകൾക്ക് വേണ്ടി ആ മലയുടെ ഒരു ഭാഗത്തുകൂടെ കുതിരപ്പടയാളികളുമായി വന്നു. മുസ്ലിങ്ങൾക്കെതിരെ തുരത്തി. ഒരുപാട് പ്രശ്നമുണ്ടായി, നാശനഷ്ടമുണ്ടായി. ഇവിടെ ഈ ചരിത്രത്തിൽ നമുക്കുള്ള ഗുണപാഠം എന്താണ്? എന്തൊക്കെയാണ് നഷ്ടം എന്നുള്ളതല്ല നമ്മുടെ ചരിത്രം. എന്താണ് ഇവിടെയുള്ള വിഷയം? ഒന്ന് അനുസരണമാണ്. അതിൽ ഒരുപാട് നമ്മൾ അംഗീകരിക്കേണ്ട വിഷയം, അനുസരിക്കുന്നവരെ മാത്രമേ അനുസരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളൊരു ഭൗതിക തത്വം കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. നമ്മൾ ഒരാളെ അനുസരിക്കുന്നതിന് മാത്രമേ നമ്മെ അനുസരിക്കാൻ മറ്റൊരു ഭാഗം ഉണ്ടാവുള്ളൂ. നമ്മൾ ആലോചിക്കുന്ന വിഷയമാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന പ്രയോഗമാണ്, നമ്മൾ ഒരാൾ ചിരിച്ചാലേ നമ്മളുടെ വേറെ ആൾ ചിരിക്കുള്ളൂ. എന്താ കയറി ഇരിക്കുന്നു പറയുമ്പോഴേ നമ്മളോടും അങ്ങനെ പറയാനാളുണ്ടാവുള്ളൂ. ബഹുമാനിക്കപ്പോഴേ ബഹുമാനിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലെ ചെറിയവരെ ചെറിയവരുടെ കാരണം കാണിക്കാത്തവൻ വലിയവരെ ബഹുമാനിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുള്ളതിൽ കിടക്കുന്ന മറ്റൊരു തത്വം ഇതും കൂടിയാണ്. അപ്പോ അങ്ങനെ ഉഹദ് രണാങ്കളത്തിൽ ആ ഖാലിദ് വലീദിന്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ വരികയും തുരുതുരാ മുസ്ലിങ്ങൾക്ക് എതിരെ അമ്പയുകയും ചെയ്തു. അവിടെ നമുക്കുള്ള ഗുണപാഠം ഒന്ന് അനുസരണം തന്നെയാണ്. അനുസരണം എന്നുള്ളത് വലിയൊരു ഘടകമാണ് എന്ന് പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ചെറിയ അനുസരണക്കേടാണെങ്കിലും വലിയ പ്രത്യാഘാതം ഉണ്ടാകുന്നതാണ്. ചെറിയ പ്രശ്നമായിരിക്കും, പക്ഷെ പ്രത്യാഘാതം വലുതായിരിക്കും. മറ്റൊന്ന്, പരീക്ഷണം അത് വിജയത്തിലൂടെയും ആവാം. മറ്റൊന്ന്, നമ്മൾ ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ ആലോചിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച ഒരു ആയത്തും ഒരു ഹദീസും ഉണ്ട്. ഒന്ന്, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഒരു കാര്യം തീരുമാനിച്ചാൽ ഫലമേൽപ്പിക്കണം. അപ്പോ അവിടെ അല്ലാഹുവിൽ തവക്കുൽ അർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ വിഷയമാണ്. മറ്റൊരു തെളിവായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ച സൂറത്തു ഇദാ ജാഅ നസ്റുല്ലാഹ്, സൂറത്തുൽ നസ്ർ, അല്ലേ? സൂറത്തുൽ നസ്റിലെ പ്രയോഗമാണ്.
ഏതൊരു വിജയത്തിലും നാം ഉണ്ടാവേണ്ടത് ഒന്നാമതായി അള്ളാഹുവിനെ സ്തുതിക്കണം എന്നുള്ളതാണ്, 2 തസ്ബീഹ് ചെയ്യണം എന്നുള്ളതാണ്, 3 ഇസ്തിഗ്ഫാർ തേടണം എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ തേടാൻ നമ്മൾ മനസ്സിലാക്കി ഇസ്തിഗ്ഫാർ തേടേണ്ടത് എപ്പോഴാ തെറ്റ് ചെയ്താലാണ് എന്നാണ്. ഇസ്തിഗ്ഫാർ തേടണം വിജയം ഉണ്ടാകുമ്പോ. നമ്മെ ഒരാൾ പുകഴ്ത്തുകയാണ്, ആയി നീ ഒരു സംഭവട്ടോ എന്ന് പറയാൻ, ആ പുകഴ്ത്തലുകൾ കേൾക്കുമ്പോ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണമെന്നാണ്. അപ്പോ ഉഹദ് കളത്തിൽ ഖാലിദിന്റെ നേതൃത്വത്തിൽ പിന്നെ ശത്രുക്കൾ വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന വൻ പരാജയം മുസ്ലിങ്ങൾക്ക് വല്ലാതെ പ്രയാസമുണ്ടാക്കി. അതിന് കാരണം അനുസരണം എന്നുള്ള വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. മക്കൾ പലപ്പോഴും ഗുരുത്തം കെട്ട് പോകാൻ എന്താ കാരണം? മക്കൾ ഉപ്പയെ അനുസരിക്കുന്നില്ല, മക്കൾ ഉമ്മയെ അനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മക്കൾ എന്താവും? അവരുടെ ഇഷ്ടത്തിന് പോകുന്നു, ദുരിതങ്ങളും വെച്ചു വെക്കുന്നു. അത് കാരണം മാതാപിതാക്കൾ കാലാകാലം എന്താവുന്നു? ടെൻഷൻ അടിക്കുന്നു, സങ്കടപ്പെടുന്നു. ഇതാണ് ഉണ്ടാവുന്നത്. പിന്നെ മറ്റൊരു ഗുണപാഠം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാപട്യമാണ്. അവിടെ അബ്ദുല്ലാഹ് ബിൻ സുലൂൽ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു, അല്ലെ? 300 അംഗ സംഘമാണ് ഉഹദ് കളത്തിൽ നിന്നും പിന്മാറിയിട്ടുള്ളത്. ഈ 300 അംഗം പിന്മാറിയെന്ന് പറഞ്ഞ അബ്ദുല്ലാഹ് ബിൻ സുലൂലിന്റെ നേതൃത്വത്തിലാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് നിഫാഖാണ്. ഇതാണ് കഴിഞ്ഞ ആഴ്ച 1-ാം ഖുതുബിൽ അവസാനിപ്പിച്ചത്. ഇവിടെ നമ്മളൊരു പ്രാർത്ഥന പഠിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നിഫാഖ്. അല്ലാഹുവേ, നിഫാഖ് കാപട്യത്തിൽ നിന്നും ഞാൻ ഇത് അഭയതേട്ടം നടത്തുകയാണ് എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും ജീവിതത്തിൽ നിത്യമായി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉഹദ് മലയുടെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രവചനമാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോ അദ്ദേഹത്തിന് വിളിച്ച പേര് എന്താ? സൈഫുല്ലാഹ് എന്നാണ്. അള്ളാഹുവിന്റെ സൈഫ് എന്ന് പറഞ്ഞ വാള്, അള്ളാഹുവിന്റെ വാള് എന്നാണ്. അപ്പൊ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തിയ ഖാലിദ് ബിൻ വലീദിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വിളിച്ച പേര് ഖാലിദ് എന്നല്ല, സൈഫുല്ലാഹ് എന്നാണ്. എന്താ അതിൽ നമുക്ക് മനസ്സിലാക്കണം? മറ്റൊരു പാഠം, നമ്മൾ പുറത്തു കൊടുക്കാൻ തയ്യാറാകണം, ആർക്കും മാപ്പാക്കി കൊടുക്കാൻ തയ്യാറാവണം. ആള് വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, ജീവിതത്തിൽ വലിയ ക്രൂരതകൾ ചെയ്തിട്ടുണ്ടാവും, വലിയ തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പറയും എനിക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റൂല എന്ന് പറയും. അങ്ങനെ ഒരു സംഗതി ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഖാലിദ് റളിയല്ലാഹുവിനാണല്ലോ ഉഹദ് കളത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം. എന്നിട്ടും ഖാലിദ് ബിൻ വലീദിനെ സൈഫുല്ലാഹ് എന്ന പേര് വിളിച്ചെങ്കിൽ ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം ഹംസ റളിയല്ലാഹു പോലെയുള്ള സഹാബികൾ ഷഹീദാകുവാൻ, റസൂലുള്ളാഹിയുടെ പല്ല് പൊട്ടുവാൻ, റസൂലുള്ളാഹിയുടെ കവിളിൽ രക്തം വരുവാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണം വരുവാൻ ഒക്കെ കാരണമായി. എന്നിട്ടും ആ ഖാലിദിന് പുറത്തു കൊടുത്തു, ഖാലിദിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഖാലിദിനെ പുകഴ്ത്തി. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തെങ്കിൽ എത്ര വലിയ തെറ്റായാലും എത്ര ചെറിയ തെറ്റായാലും മാപ്പ് കൊടുക്കാൻ മടി കാണിക്കാൻ പാടില്ല. ഇത് നമുക്ക് ആ 50 ആളെ നിർത്തിയതിൽ നമുക്ക് കിട്ടേണ്ട മറ്റൊരു ഗുണപാഠമാണ്. ആദർശത്തിലായിട്ട് പോലും, വ്യക്തിപരമായിട്ട് പോലും, അഭിമാന വിഷയമായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മടിച്ചു നിന്നില്ല. ഖാലിദ് ഇസ്ലാം സ്വീകരിക്കുന്നതോടെ എന്തായി? അവിടെ പുറത്തു കൊടുത്തു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വിട്ടുവീഴ്ച, വിനയം, താഴ്മ, അനുസരണം. വിട്ടുവീഴ്ച, വിനയം, താഴ്മ, അനുസരണം. ഈ 4 ഗുണം നമ്മൾ ആ ഉഹദ് രണാങ്കണത്തിലെ ആ മലയിൽ നിന്ന ചരിത്രം എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നു. ഇനി നമ്മുടെ ജീവിതം ആലോചിച്ച് നോക്കാം. ഈ 4 കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ടോ? ഈ 4 കാര്യങ്ങൾ നാം പഠിക്കേണ്ടതാണ്. എന്നിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ മനസ്സിനെ വിശാലമാണ്. അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ വിശാലമാക്കി തരണേ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ وعلى من اتبع الهدى الى يوم الدين. وبعد يا ايها الاخوان والاخوات اتقوا الله عباد الله
ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടുകൂടി അമലുകളെ പരിപൂർണമായും നിയന്ത്രിക്കണേ എന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർപ്പിക്കുക. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് മരണം വരെ നാം അവനെ ഓർക്കുക. അള്ളാഹു ആ രൂപത്തിലുള്ള ഈമാൻ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്യുമാറാവട്ടെ. നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം, മഹിതക്കളത്തിൽ അവിടെ നമുക്ക് ലഭിക്കുന്ന ആ ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കാലികമായി നല്ല ചൂടുണ്ട്, നല്ല പുറത്ത് നല്ല വെയിലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രായമുള്ളവരും കുട്ടികളുമൊക്കെ നമ്മൾ ആ രൂപത്തിൽ വെയിൽ കൊള്ളുമ്പോൾ, വെയിലത്ത് പോകുമ്പോഴൊക്കെ ആലോചിക്കേണ്ടത്, മരിച്ചു കഴിഞ്ഞാൽ ഖബറിലും പരലോകത്തും അള്ളാഹു ചൂടിനെ കുറിച്ചും വിയർപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? അർശിന്റെ തണലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അർശിന്റെ തണൽ എല്ലാവർക്കും ഉണ്ടാവില്ല, കുറച്ച് ആളുകൾക്ക്, 7 വിഭാഗം എന്നൊക്കെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും എല്ലാവർക്കും ഉണ്ടാവില്ല. ഒരുപാട് ആളുകൾ വിയർപ്പിലായിരിക്കും, ചൂടിലായിരിക്കും, സൂര്യൻ ഒരു ചാൺ ഉയരത്തിലായിരിക്കും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. വിയർപ്പിൽ മുങ്ങുന്നവരുണ്ടാകും. ഒരു 15 മിനിറ്റ് നമ്മൾ പുറത്തൊന്ന് നിന്നാൽ വിയർത്ത് ആകെ നാശമാകും. എങ്കിൽ ആ സൂര്യൻ അത്രയും അടുത്തുണ്ടായാൽ എങ്ങനെ വിയർക്കും? മുട്ടുവരെ, കഴുത്ത് വരെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു അത്ഭുതമായി കാണേണ്ടതില്ല. അല്ലാഹുവായ ഗൈബിയായ അദൃശ്യമായ ഒരു വിശ്വാസമാണ്. അപ്പൊ ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരലോകത്ത് അവിടെ അർശിന് തണൽ ലഭിക്കും, ചൂടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ഉൾപ്പെടണമെങ്കിൽ എന്താണ് മാർഗം? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സൂറത്തുൽ വാഖിഅയിലെ ലില്ലിൻ മംദൂദ് എന്നൊരായത്തുണ്ട്. നമുക്കൊക്കെ അറിയാം ലില്ലിൻ മംദൂദ് എന്ന ആയത്ത്. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾക്ക് സ്വർഗത്തില് പരലോകത്ത് ഒരു മരം, ഇന്ന ഫിൽ ജന്നത്തി ലശജറത്തുൻ യസീറു റാകിബു എന്നാണ്. ഒരു സ്വർഗത്തിൽ ഒരു മരം, ആ മരത്തിന്റെ പ്രത്യേകത, നിങ്ങളുടെ വാഹനപ്പുറത്ത് 100 വർഷം 100 വർഷം നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ 100 വർഷം യാത്ര ചെയ്താലും മുറിച്ചു കടക്കാൻ പറ്റാത്തത്ര തണൽ ആ മരത്തിനുണ്ടാകും. അത്രയും വിശാലമായ ഒരു മരം. നിങ്ങൾക്കത് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബികളൊക്കെ ആവേശത്തിൽ വേണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞത്, ഫഖറഊ ഇൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെന്ത് ചെയ്യുക, ഈ ഒരു ആയത്ത് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞ് ലില്ലിൻ മംദൂദ് എന്ന ആയത്ത് അവിടെ പഠിപ്പിച്ചു എന്നാണ് ഒന്ന്. രണ്ടാമത്തെ മാർഗം, അർശിന് തണൽ ലഭിക്കാൻ പറഞ്ഞതിൽ എന്താ? പള്ളി പരിപാലനം. അതൊരു ഘടകമാണ്, അല്ലെ? അർശിന് തണൽ ലഭിക്കുന്നവരിൽ പറഞ്ഞത് ഒന്ന് പള്ളി പരിപാലനമാണ്. പള്ളിയുമായി അറ്റാച്ച്മെന്റ് ആണ്, അല്ലെ? മുഅല്ലഖുൻ ഫിൽ മസാജിദ് ആണ്. പള്ളിയുമായി അറ്റാച്ച് ഉണ്ടാവുക, മാനസികമായി ബന്ധനം ഉണ്ടാവുക, മാനസികമായി നമ്മുടെ മനസ്സിനെ പള്ളിയുമായി ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ബാങ്ക് കൊടുക്കും പള്ളിയിലേക്ക് വരാനുള്ള ഒരു മനസ്സ്, ജമാഅത്തിന് പങ്കിൽ വരാനുള്ള മനസ്സ്, പള്ളിയുടെ കാര്യങ്ങളിൽ ഇടപെടുവാനുള്ള ഒരു മാനസികമായ അവസ്ഥ. പള്ളിയുടെ പുറത്ത് പൈപ്പ് പൊട്ടിയിട്ടുണ്ട്, അപ്പൊ അതെന്ത് ചെയ്യാ, അത് പൈപ്പ് ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്, വേഗം സെക്രട്ടറിന്റെ മാമനെ വിളിച്ചു പറയാം ഞാൻ എന്റെ പാട്ടിന് പോവുക എന്നതിന് പകരം അങ്ങനെ ആവശ്യമായ കാര്യത്തിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പള്ളി എന്ന് പറയുമ്പോൾ എന്റെ വീട് പോലെ എനിക്ക് ബന്ധപ്പെട്ടതാണ് എന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുക. ആ പ്രയോഗം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചേണ്ട ആവശ്യമില്ല എന്ന് ബോധ്യം. അപ്പോ അങ്ങനെ പരലോകവുമായി ബന്ധപ്പെട്ട് അവിടെ തണൽ ലഭിക്കാൻ പള്ളിയുമായുള്ള ബന്ധം, സ്വകാര്യമായ സ്വതഹ, സ്വകാര്യമായ നന്മ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പരലോകത്തുള്ള ചൂടും പരലോകത്തുള്ള വിയർപ്പും പരലോകത്തുള്ള പ്രയാസവും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും പറയാം മരിച്ചവരെ കുറിച്ചിട്ടല്ലേ, മരിച്ചവർ മരിച്ചവരെ കുറിച്ച് ഒരാൾ മരിച്ചാൽ നമ്മൾ എന്താ പറയാ, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാ പറയാ, അല്ലെ? 2 പെൺമക്കളായിരുന്നു, പാവം, ഇനിയിപ്പോ എന്താ ചെയ്യാന്നാണ്. ആ മരിച്ചവർ എങ്ങനെയെന്നുള്ളതല്ല പറയാം. ഹൈസം റളിയല്ലാഹു പറഞ്ഞത്, എന്റെ മകൻ സ്വർഗത്തിലാണല്ലോ, ആ മകന്റെ കൂടെ ഞാൻ എത്തണം എന്നാണ് ഹൈസം റളിയല്ലാഹു അവിടെ പറഞ്ഞത്. നമ്മളും സ്വർഗത്തിലാണ് എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ മകൻ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടാവണം. അവരുടെ കൂടെ എനിക്കും സ്വർഗത്തിലെത്തണം എന്നൊരു പ്രതീക്ഷയും ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ പ്രാർത്ഥനയും വേണം, പ്രവർത്തനവും വേണം.
ആ രൂപത്തിൽ നമ്മുടെ മക്കളെ നമ്മയൊക്കെ പരുവപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ വേനലിൽ നല്ല ഈ ചൂടുള്ള നേരത്ത് പരലോകത്തെ ഓർക്കാൻ ഈ ചൂടുകാലം നമുക്കൊരു മാതൃകയാവണം. പരലോകത്തെ ഓർമ്മിപ്പിക്കാൻ ഈ ചൂട് നമുക്കൊരു കാരണമാവണം. പരലോകത്തെ ഓർമ്മിപ്പിക്കാൻ ഈ ചൂട് നമുക്കൊരു വഴികാട്ടിയാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനും ഓർമ്മിപ്പിക്കുവാനുമുള്ളത്. 2 പ്രാർത്ഥനകളാണ് സൂചിപ്പിച്ചത്. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നിഫാഖ് എന്ന പ്രാർത്ഥനയായിരുന്നു. അല്ലാഹുവേ, എന്നെ കാപട്യത്തിൽ നിന്നും ഞാനിതാ നിന്നോട് അഭയം തേടുന്നു എന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ടതുണ്ട്. 2, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയുമാണ്. കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുക. ഭാര്യ, ഭർത്താവ്, മക്കൾ, ഉപ്പ, ഉമ്മ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവധിക്കാല ക്ലാസ് നമ്മുടെ അറിയുന്നവർ ആരെങ്കിലും ആരംഭിക്കുമ്പോൾ അതിൽ നമ്മുടെ മക്കളെ എത്തിക്കുവാൻ ശ്രദ്ധയുണ്ടാവുക. നല്ല ഇസ്ലാമികമായ അന്തരീക്ഷം വീട്ടിലുണ്ടാക്കുകയെടുക്കുക. ഖുർആൻ പാരായണം, ഖുർആൻ ഹിഫ്ള്, ഖുർആൻ പഠനം ഒക്കെ നമ്മൾ ആരംഭിക്കണം. വീട്ടിൽ ആരംഭിക്കണം. നമ്മുടെ കുട്ടികളെ അത്തരം കേന്ദ്രത്തിലേക്ക് അയക്കണം എന്നൊക്കെ ഓർമ്മിക്കണം. ആ രൂപത്തിലുള്ള ഈമാൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ അല്ലാഹുവേ, ഇസ്ലാമോടുകൂടി ജീവിക്കുവാനും മരിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹുമ്മ ഗ്ഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الحمد لله رب العالمين وصلى الله على